السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في الدورة الثانية في قسم الثاني من دورة الثالثة من دروس اللغة العربية لغير الناطقين بها. هل تذكرون أين وقفنا في صفحة رقم 230. 200 230. 230. طيب ماذا قرأنا أخيرا؟ أخيرا هذا أسماء أسامة. ماذا قال أسامة؟ على أسامة هذا خلاص. ماذا قال أسامة؟ أسامة أخشى أنه نسي. أخشى ഞാൻ أنه نسي. പേടിക്കുന്നു അല്ലേ, ഞാൻ മറന്നു طيب പോകുമോ? ما هي الموضوع الذي تحدثنا؟ ما هي الموضوع? What was the subject? ظرഫ് ളർഫ. ظرഫിനെ പറ്റില്ലേ പറഞ്ഞത്? ളർഫ് പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ സബ്ജക്റ്റ് എന്തായിരുന്നു? ഇയ്യ എന്നതായിരുന്നു സബ്ജക്റ്റ്. ഇയ്യ ചേർന്ന് വരുന്ന സർവനാമം. ഇയ്യായതല്ല, ഇയ്യ ചേർന്ന് വരുന്ന സർവനാമം. എപ്പോഴാണ് സർവനാമങ്ങളോടൊപ്പം ഇയ്യ ചേർന്ന് വരുന്നത്? സർവനാമങ്ങൾക്ക് ഫത്തഹത്ത് കൊടുക്കുമ്പോഴോ? നസ്ബ് ചെയ്യുമ്പോൾ കേട്ടോ. നസ്ബ് ചെയ്യുമ്പോൾ നമ്മൾ മൂന്നാമത്തെ ഭാഗത്തൊക്കെ വന്നു ഈ അവസാന നിമിഷത്തിൽ വന്നിട്ട് 10 കൊടുക്കാന്നൊന്നും പറയാം. സംഭവം അതാണ്. അത് നമ്മൾ 1ാം ക്ലാസ് പഠിച്ചതാണ് 10 കൊടുക്കുക. ഗ്രാമറിൽ പിന്നെ ടെക്നിക്കലി പറയുമ്പോൾ നമ്മൾ നെസ്ബ് ചെയ്യുമ്പോഴെന്ന് പറയണം. അതേസമയം നമ്മള് ജൂനിയേഴ്സിനെ പഠിപ്പിക്കുമ്പോൾ അത് അതിൻ്റെതായ മട്ടത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടും ഓർമ്മിച്ചിരിക്കണം. ജൂനിയേഴ്സിനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അൻസിരിന്നാസ മനാസിലഹും എന്ന് ഹദീസാണ്. നമ്മൾ ജനങ്ങളുടെ തലത്തിലേക്ക് ഇറങ്ങി നിന്നിട്ടാണ് അവരെ പ്രബോധനം ചെയ്യേണ്ടതും പഠിപ്പിക്കേണ്ടതും എല്ലാം. നമ്മൾ നമ്മളെ നിലവാരത്തിൽ നിന്നിട്ടല്ല, അപ്പൊ അവരുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി ചെല്ലണം. നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോൾ നസ്ബ് ചെയ്യുക. അപ്പോ ലമാഇറുൽ മൻസൂബ് നസ്ബ് ചെയ്യപ്പെട്ട ലമീറുകളാണ് ഇയ്യാഹു, ഇയ്യാഹും, ഇയ്യാക്ക, ഇയ്യാക്കും, ഇയ്യായ, ഇയ്യാന, ഇയ്യാഹ. ഇതാണ് നമ്മൾ പഠിച്ച 7. ബാക്കി അതിൻ്റെ ഇടയിലുള്ളതൊക്കെ അതിനകത്ത് ഉണ്ട്. ഇത്രയും പഠിച്ചാൽ ബാക്കിയുള്ളതെല്ലാം അതിൽ കൂടെ വരും. അപ്പോ ഉസാമ പറഞ്ഞു അഖ്ഷ അന്നഹു നസിയ ഇന്നി വ ഇയ്യാഹുമ. എന്തുകൊണ്ടാണ് ഇയ്യാഹുമ എന്ന് പറഞ്ഞത്? ഇയ്യാഹുമ എന്ന് പറഞ്ഞ എങ്ങനെ അവിടെ കൈഫ ഹസനത് നസ്ബ്, എങ്ങനെ അവിടെ നസ്ബ് വന്നു? കൈഫ കാന മൻസൂബൻ. ഇന്നയുടെ ഇസ്മ ഏതാണ് ഇവിടെ? യാഉൽ മുത്തകല്ലിമാണ്. ഇന്നി അല്ലേ? യാഉൽ മുത്തകല്ലിമാണ്. അപ്പൊ യാഉൽ മുത്തകല്ലിമിന് യഥാർത്ഥത്തിൽ എന്ത് സ്ഥാനമാണുള്ളത്? മൻസൂബാണ്. കാരണം ഇന്നയുടെ ഇസ്മ ആയതുകൊണ്ട് മൻസൂബാണ്. എന്നിട്ട് വ ഇയ്യാഹുമ. അപ്പൊ എന്ത് ചെയ്തു? ചേർത്തിട്ട് യാഉൽ മുത്തകല്ലിമിനോടാണ് ചേർത്തത്. അപ്പൊ യാഉൽ മുത്തകല്ലിമിന്റെ അടയാളം നസ്ബായത് കൊണ്ടാണ് ഇയ്യാഹുമ എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇന്നി വ ഇയ്യാഹുമ. ഓക്കെ. മുഷ്തരിക്കൂൻ അതിന്റെ ഖബറാണ് മുഷ്തരിക്കൂന.
ഞാനും അവർ രണ്ടുപേരും പാർട്ടിസിപ്പൻസ് ആയിരുന്നു ഈ മുസാബഖത്ത് സിബാഹ. സിബാഹ എന്താണ്? സിബാഹ ഇത് സ്വിമ്മിങ്. സ്വിമ്മിങ്. അതിന്റെ പേരെന്താണ്? സ്വബഹ. സബഹ. സബഹയുടെ ഏത് രൂപമാണ് ഖുർആനിൽ വന്നിരിക്കുന്നത്? സ്വബഹ വന്നിട്ടില്ലേ? സബഹ. സബഹ നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്നതാണെന്ന് തോന്നുന്നല്ലോ. വസ്സാബിഹാത്തി സബഹൻ. ഫസാബിഹാത്തി സബ്ഹൻ. അപ്പൊ എന്താണ്? ഇസ്മു ഫാഇൽ വന്നിട്ടുണ്ട്. വേറെ എന്ത് വന്നിട്ടുണ്ട്? വക്കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ഓ, അതാണ് ഖുർആൻ നോക്കി വായിക്കണമെന്ന് പറയുന്നത്. ഖുർആൻ നോക്കി വായിക്കണമെങ്കിൽ ഇതൊന്നും കിട്ടൂല. അപ്പൊ എല്ലാം അവയുടെ ഭ്രമണ പഥത്തിൽ സ്വിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുല്ലും ഫി ഫലകിൻ യസ്ബഹൂൻ. അതിൻ്റെതായ ഭ്രമണപഥത്തിൽ എന്ത് ചെയ്യുന്നു? ഊളിയിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അതൊക്കെ അറിഞ്ഞാലേ ഖുർആന്റെ ഡെപ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹിജ്രി എന്നല്ല പറഞ്ഞത്, യസ്ബഹൂൻ എന്ന് പറഞ്ഞു. അൽ മുദർരിസ് ഖുദ്ഹുമാ ഇദൻ. അപ്പൊ എന്ത് ചെയ്തു? ഖുദ്ഹുമാ എന്താർത്ഥം? അവർ രണ്ടുപേരും കൂടെ കൂട്ടിക്കോന്നാണ്. എന്താ പറഞ്ഞു നിർത്തിയത്? ഞാൻ ഒറ്റയ്ക്ക് പോണോ, എന്റെ രണ്ട് കൂട്ടുകാരെയും കൂടെ കൂട്ടണമെന്നല്ലേ? അതെ. ആ, ഞാൻ പാഠം അന്ന് വായിച്ചിട്ടേ ഉള്ളു, പിന്നെ ഇന്ന് വായിക്കുകയാണ്. ഉരീദു അൻ ആഖുദ മഈ ജമീലയ്യ ഹാദൈനി. അപ്പോ ഖുദ്ഹുമാ എന്ന് പറഞ്ഞു, അവരെ കൂടെ പിടിച്ചോന്നാണ്. ഖുദ്ഹുമാ, അവർ രണ്ടുപേരും കൂടെ പിടിച്ചോന്നു. ഇതൻ അന്നേരം. അപ്പൊ ഹുമ എന്ന ലമീർ എന്ത് സ്ഥാനത്താണുള്ളത്? മൻസൂബാണോ, മർഫൂ ആണോ, മജ്റൂർ ആണോ? മർഫൂ അല്ലേ? എന്തുകൊണ്ടാ മർഫൂ ആയത്? ക്രിയയുടെ അവസാനം ചേർക്കുന്ന സർവനാമം എന്തായിരിക്കും? എന്തായിരിക്കും? മഫ്ഊലുൻ ബിഹി ആവുമ്പോ എന്തായിരിക്കും അടയാളം? നസ്ബ് ആയിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞു നസ്ബ് ആണെങ്കിൽ ഇയ്യ ഉപയോഗിക്കണമെന്ന്. ഇവിടെ ഇയ്യ ഉപയോഗിച്ചില്ലല്ലോ. ക്രിയയുടെ കൂടെ ചേർന്ന് വരുമ്പോൾ ഇയ്യ വേണ്ട. അത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇയ്യ ചേർക്കുന്നത്. ക്രിയയുടെ കൂടെ ചേർന്ന് വരുമ്പോൾ അവിടെ സർവനാമം മാത്രം മതി. ഖുദ്ഹുമ. അപ്പൊ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഖുദ്ഹുമ ഇദൻ. നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ടേക്ക് ദം വിത്ത് യു. Take them also ഇദൻ. Then take them or take both of them. അവർ രണ്ടും കൂടെ പിടിച്ചു. നിങ്ങളുടെ അർത്ഥം അന്നേരം. ഇദൻ അന്നേരം. ഇദൻ മുമ്പ് വന്നിട്ടുണ്ട്. ഇദൻ. അതെ അതെ. ഇദൻ അയിന കിതാബുൽ മുദീരി യാ ഇബ്രാഹിം. അപ്പൊ ഇദൻ കഴിഞ്ഞിട്ട് പിന്നെ നഖുത. മൗലൂ ആഖർ. മൗലൂ അറിയാമല്ലോ. മൗലൂ എന്ന് പറഞ്ഞാൽ വെക്കപ്പെട്ടതല്ല, സബ്ജക്റ്റ്. മൗലൂ ആഖർ, മറ്റൊരു വിഷയം പറയുകയാണ്. അയിന കിതാബുൽ മുദീരി യാ ഇബ്രാഹിം. അയിന കിതാബുൽ മുദീരി യാ ഇബ്രാഹിം. ഹെഡ് മാസ്റ്ററിന്റെ ബുക്ക് എവിടെ? ഇബ്രാഹിം. അഅ്തൈതുഹു ഇയ്യാഹു. അപ്പോ അത് പറഞ്ഞു നോക്കിയേ. ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അതിന്റെ അറാബ് പറയും. അഅ്തൈതുൽ എന്തൊക്കെയുണ്ട്? അഅ്തൈതുല്
ഫേലുണ്ട്, കർത്താവുണ്ട്, കർമ്മമുണ്ട്, ഫേലുണ്ട്. തു എന്ന് പറയുന്ന ഫേലുണ്ട്. അനയാകുന്ന ലമീർ ഞാൻ കൊടുക്കുന്നല്ലേ അഴത്തേത്തു. അപ്പോ സോറി അന അനയുണ്ട്. അപ്പൊ അഴത്തേത്തൂലെത്തു അന എന്താണ്? മർഫു ആണ്, കാരണം ഫായിലാണ്. പിന്നെ ഹു എന്താണ്? മഫ്ഊലുൻ ബിഹി ആണ്, മൻസൂബാണ്. അപ്പൊ ക്രിയയുടെ കൂടെ ചേർന്ന് വന്നതുകൊണ്ട് അതിന് വേറെ ഒന്നും വേണ്ട, സീറ്റ് വേണ്ട. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇയ്യ എന്ന് പറയുന്നത് ഒരു സീറ്റാണെന്ന്, ഓർക്കുന്നുണ്ടോ? ഒരു കുർസിയാണെന്ന് പറഞ്ഞു, കുർസി. അപ്പൊ ഇവിടെ കുർസി വേണ്ട, കാരണം അതിനോട് ചേർന്നായിരിക്കുന്നത്. ഹൂ എന്ന് പറഞ്ഞാലും ഇത് നെസ്ബാണല്ലേ? ഹോ മൻസൂബാണ്, കാരണം പിന്നെ എന്തായിരുന്നു? ഇയ്യാഹു വന്നു. അപ്പൊ ഇയ്യാഹു എന്ത് സ്ഥാനത്താ? മഫ്ഊലുൻ ബിഹി സാനിൻ മൻസൂബ്. ആൾത്താക്ക് 2 മഫ്ഊലുൻ ബിഹി വേണം. ആൾത്താ കൊടുത്തു, ആർക്ക് കൊടുത്തു, എന്തിനെ കൊടുത്തു. ആർക്ക് കൊടുത്തു എന്നും വരും, എന്തിനെ കൊടുത്തു എന്നും വരും. അപ്പൊ ആഴ്ത്ത, ആത്ത, അതേപോലെയുള്ള വാക്കുകൾക്ക് അലമ, അംബ, നബ്ബ, അങ്ങനെ കുറെ വാക്കുകളുണ്ട്. വാക്കുകൾക്കൊക്കെ എന്ത് വേണം? 2 മഫ്ഊലുൻ ബിഹി വേണം. അപ്പൊ അഴ്തൈതുഹു, ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. യാഹു, അതിനെ. അഴ്തൈതുഹു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കിതാബാണ് കേട്ടോ. അഴ്തൈതുഹു, ഞാൻ അതിനെ കൊടുത്തു. ഇയ്യാഹു, അദ്ദേഹത്തിന്. അപ്പൊ കിതാബ് എവിടെ നിന്നല്ലേ ചോദിച്ചത്? അതിനെ കിതാബുൽ മുദീരി. അപ്പൊ ആ കിതാബിനെ അദ്ദേഹത്തിന് കൊടുത്തു. ഒന്നാമത്തെ ഹു കിതാബിനെ സൂചിപ്പിക്കുന്നത്, രണ്ടാമത്തെ ഹു മുദീറിനെ സൂചിപ്പിക്കുന്നു. ചോദ്യം അനുസരിച്ച് ഉത്തരം കണ്ടെത്തിയാൽ മതി. കിതാബ് എവിടെന്നാ ചോദിച്ചത്? അപ്പോ കിതാബ് ആണ് ആദ്യം പറയുന്നത്. അഴ്തൈതുഹു, ഞാൻ അതിനെ കൊടുത്തു. ഇയ്യാഹു, അദ്ദേഹത്തിന്. അൽ മുദരിസ്. വഅൈന ദഫാതിറു തുല്ലാബി, ദഫാതിറു തുല്ലാബി. സ്റ്റുഡൻസിന്റെ ബുക്സ്, നോട്ട് ബുക്സ് എവിടെ? ഇബ്രാഹിം. അപ്പൊ എന്താ? അഴ്തൈതുഹും ഇയ്യാഹ. അഴ്തൈതുഹും ഇയ്യാഹ. അഴ്തൈതുഹും ഇയ്യാഹ. ജംആയതുകൊണ്ടാണോ ഹാ എന്ന് വരുന്നത്? അത്തുല്ലാബ്. ഇവിടെ തുല്ലാബല്ല, അഴ്തൈതുഹും. അഴ്തൈതുഹും എന്ന് പറയുമ്പോൾ ഹും എന്താണ്? തുല്ലാബാണ് ഹും. മഫ്ഊലുൻ ബിഹി മൻസൂബാണ്. അപ്പോൾ ഇയ്യ വേണ്ട, കാരണം ഫെയിലിനോടൊപ്പം ചേർന്ന് വരുന്നു. അഴ്തൈതുഹും, ഞാൻ അവർക്ക് കൊടുത്തു. ഇയ്യാഹ, അതിനെ. ദഫാത്തിർ ബഹുവചനമായതുകൊണ്ട് ഇയ്യാഹ. അപ്പൊ ഇയ്യാഹ എന്താണ്? മഫ്ഊലുൻ ബിഹി സാനിൻ മൻസൂബ്. അപ്പൊ അത് മുൻഫസിലായതുകൊണ്ടാണ് മഫ്ഊലുൻ ബിഹി അതാണ് ലമീർ മൻസൂബ് എന്താണ് മുൻഫസിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ളതായതുകൊണ്ടാണ് ഇയ്യ ചേർത്തത്. ഒറ്റയ്ക്കായതുകൊണ്ട്. അതെന്ത് ലമീറല്ലേ? ഹാ എന്നുള്ള ലമീറാണ്. ഒറ്റയ്ക്കുള്ളതുകൊണ്ടാണ് കുർസി ചേർത്ത് പറഞ്ഞത്. ഈ 2 മഫ്ഊലും വരുന്ന ഒന്ന് അഴ്തൈതു, ഒന്ന് ജാ അല്ലെ? ജാഇല്ലേ? അങ്ങനെ എന്തൊക്കെയോ. ജായ്ക്ക് എത്ര മഫ്ഊലുൻ ബിഹി വേണം? ജാ ആരുടെ അടുക്കൽ വന്നു എന്ന് പറയുമ്പോൾ അല്ല മഫ്ഊലുൻ ബിഹി വരുമെന്നേ പറഞ്ഞുള്ളൂ. ജായ്ക്ക് 2 മഫ്ഊലുൻ ബിഹി ഉണ്ടല്ലോ. വേണോ? ആ ക്രിയയോട് ചോദിച്ചാൽ മതി. ആ ക്രിയയോട് ചോദിക്കുക, അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. ഉദാഹരണമായിട്ട് ചിലതെല്ലാം ചോദിക്കുമ്പോ 2 കിട്ടുന്നുണ്ടല്ലോ. എവിടെ? 2 കിട്ടണമെങ്കിൽ 2 എണ്ണം വേണം, 2 കിട്ടണമെങ്കിൽ 2 എണ്ണം വേണ്ട. ചിലപ്പോ 3 എണ്ണവും വേണ്ടി വരും. ചിലപ്പോ വേണ്ടേ തോന്നുന്നുണ്ടല്ലേ? അത്താ വന്നു, അതിനും ഇല്ലേ 2 മഫ്ഊലും ബിഹി? 2 വരൂല. ആത്താക്കാണ് 2 എണ്ണം വരുന്നത്. അത്താക്ക് മഫ്ഊലുൻ ബിഹി വന്നാൽ 1 വരുള്ളൂ.
ആരുടെ അടുക്കൽ വന്നു എന്ന് പറയുമ്പോൾ ഒരു മഫ്ഊൽ ബിഹി വേണ്ടി വരും. ചിലപ്പോൾ വന്നു എന്ന് മാത്രം പറയുമ്പോൾ മഫ്ഊൽ ബിഹി വേണ്ട. ജാഅയ്ക്കും അത്തായ്ക്കും അങ്ങനെ ഒരവസരമുണ്ട്. ആത്താക്ക് വേണല്ലേ രണ്ട്? ജാഅ വന്നു, ജാഅക്കും എന്ന് പറയുമ്പോൾ ഇതാ ജാഅ നസ്റുല്ലാഹി എന്ന് പറയുമ്പോൾ അതിനൊരു മഫ്ഊൽ ബിഹിയും ഇല്ല. ഇതാ ജാഅ നസ്റുല്ലാഹി, അപ്പൊ വന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ആരുടെ അടുക്കൽ വന്നു എന്ന് പറയുന്നില്ല. ആരുടെ അടുക്കൽ വന്നു എന്ന് പറയുമ്പോൾ ജാഅക്കും ലഖദ് ജാഅക്കും റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. അപ്പം ജാഅ വന്നു, കും നിങ്ങളുടെ അടുക്കൽ. അതേപോലെ അത്തൈത്തു കും നിങ്ങളുടെ അടുക്കൽ വന്നു. അപ്പൊ കും എന്താണ്? മഫ്ഊൽ ബിഹിയാണ്. അല്ലാതെ രണ്ട് മഫ്ഊൽ ബിഹി അത്തായ്ക്കും ജാഅയ്ക്കും വന്ന കാര്യം എനിക്ക് ഓർമ്മയില്ല. ഇല്ല അല്ലെ, അറാം ആണെന്ന് തോന്നുന്നു. അറ കാണിച്ചു കൊടുത്തു. അതിനോട് ചോദിച്ചു നോക്ക്. അറ കാണിച്ചു കൊടുത്തു. ആർക്ക് കാണിച്ചു കൊടുത്തു? എന്ത് കാണിച്ചു കൊടുത്തു എന്ന് പറയേണ്ടി വരും. അറ, അലമ, അംബ, നബ്ബ, പിന്നെ ഇവിടെ ആഴ്ത്ത, നമ്മൾ എണ്ണി പറയേണ്ട കാര്യമില്ല. അതിനോട് ചോദിച്ചാൽ മതി. ആ ക്രിയയോട് ചോദിക്കുമ്പോൾ മനസ്സിലാവും. ആഴ്ചയത്ത് കൊടുത്തു. ആർക്ക് കൊടുത്തു? ആർക്ക് കൊടുത്തു എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. എന്ത് കൊടുത്തു നീയോട് ചോദിക്കണ്ടേ? അപ്പൊ പൂർത്തിയായില്ലെങ്കിൽ, പൂർത്തിയാകണമെങ്കിൽ മഫ്ഊൽ ബിഹി വേണമെങ്കിൽ രണ്ടാമത്തെ മഫ്ഊൽ ബിഹി വേണം. നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് വിട്ടുപോകരുത് കേട്ടോ. ഇയാഹ എന്നുള്ളത് ഇയ്യ ചേർത്ത് പറഞ്ഞത് ലമീർ മുൻഫസിലായതുകൊണ്ടാണ് ഇയ്യ ചേർത്ത്. മുത്തസിലായപ്പോഴ് എന്തായി? ഹും മാത്രം. അടുത്തേക്ക് ഹും മുത്തസിലാണ്, അതുകൊണ്ട് മൻസൂബാണെങ്കിലും ഇയ്യ വേണ്ട. മുൻഫസിലാണെങ്കിൽ ഇയ്യ വേണം. അൽ മുദരിസ് വായന മജല്ലത്തി. അയിന മജല്ലത്തി, എന്റെ മാഗസിൻ എവിടെ? ഇബ്രാഹിം അഅ്തൈതുക ഹാ, അഅ്തൈതുക ഹാ. അപ്പൊ എന്ത് ചെയ്തു? അഅ്തൈതുക ഹാ. അപ്പൊ രണ്ടിനെയും അതിൽ തന്നെ ചേർത്ത് പറഞ്ഞു. രണ്ടിനെയും അതിൽ തന്നെ ചേർത്ത് പറഞ്ഞു. നോട്ട്ബുക്സ്. അപ്പൊ രണ്ട് മഫ്ഊലും ബിഹി അതിൽ തന്നെ ഉണ്ട്. രണ്ട് മഫ്ഊലും ബിഹി അതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഇയ്യയുടെ വിഷയമേ വരുന്നില്ല. അൽ മുദരിസ് മതാ അഅ്തൈതനീഹാ. അപ്പൊ അവിടെയും അതേപോലെ തന്നെ വന്നു. മതാ അഅ്തൈതനീ ഹാ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞേ? ഞാൻ കൊടുത്തു. പിന്നെന്താ? കഴിഞ്ഞിട്ട് രണ്ട് മഫ്ഊലും ബിഹിയുണ്ട്. നീ മുത്തക്കല്ലിം എന്താണ്? മഫ്ഊലും ബിഹി അവ്വൽ. മൻസൂബ്. രണ്ടും മഫ്ഊലും ബിഹി മൻസൂബാണ്. ഹായും മഫ്ഊലും ബിഹി മൻസൂബാണ്. രണ്ടും ഷേഡിനോടൊപ്പം ചേർന്ന് വന്നുകൊണ്ട് ഇയാളുടെ പ്രശ്നം ഉദിക്കുന്നില്ല. ഇബ്രാഹിം അഅ്തൈതുക ഹാ അംസി മതാ അഅ്തൈതനീഹാ. എപ്പോ നീ എനിക്ക് തന്നത്? അഅ്തൈതുക ഹാ. അവിടെയും രണ്ട് മഫ്ഊലും ബിഹി നേരത്തെ പറഞ്ഞ അഅ്തൈതുക ഹാ തന്നെ. അംസി ഇന്നലെ തന്നു. ഫീ മക്തബിക, നിന്റെ താങ്കളുടെ ഓഫീസിൽ വെച്ച്. അഖൽതഹ വവളഅതഹ ഫി ദുർജ്. ദുർജ് ദുർജ് എന്ന് പറഞ്ഞാൽ ഡ്രോയർ.
അലമാരയുടെ അല്ലെങ്കിൽ മേശയുടെ ഒക്കെ വലിപ്പില്ലേ, فوضعتها അതിനാണ് ദുർജ എന്ന് പറയുന്നത്. അത് ഞാൻ വെച്ചു. ഞാൻ വെച്ചെന്നാ അത് ഞാൻ എന്നാണ് ഉള്ളത്. അതെ, ഞാൻ കോണ്ടെക്സ്റ്റിനാണ് പറഞ്ഞത്. അത്തത്തുക്കഹ ഞാൻ താങ്കൾക്ക് തന്നു. ഇന്നലെ ഞാൻ താങ്കൾക്ക് തന്നു. മറ്റൊരിക്ക് ഓഫീസിൽ വെച്ചു. അഹൽത്തഹ താങ്കൾ എടുത്തു അതിനെ. വലാഴ്ത്തഹ താങ്കൾ അതിനെ വെച്ചു. ശരിയല്ലേ? അതെ. അപ്പൊ അഹൽത്തഹായിലെ ഹായും വലാഴ്ത്തഹായിലെ ഹായും എന്താണ്? മഫ്ഊലുൻ ബിഹി മൻസൂബാണ്. അത് ഫേലിനോടൊപ്പം ചേർന്ന് വന്നുകൊണ്ട് ഇയാളുടെ വിഷയം ഇല്ല. ദുർജ് ദുർജ് എന്ന് പറഞ്ഞാൽ ഡ്രോയർ, അതിന്റെ ബഹുവചനമാണ്. ദുർജിന്റെ ബഹുവചനമാണ് അദ്റാജ്. ദർറാജ് ബൈസിക്കിളാണ്. അദ്റാജ് എന്നുള്ളത് അദ്റാജ് ദുർജിന്റെ ബഹുവചനം. ദുർജിന്റെ ബഹുവചനം. നേരത്തെ ഇബ്രാഹിം അഅതൈതുഹും ഇയ്യാഹ എന്നുള്ളതിന് പകരം അഅതൈതുഹാ എന്ന് പറയാൻ പറ്റുമോ? ചില സന്ദർഭത്തിൽ ചേർന്ന് വരാൻ പറ്റും, പക്ഷെ അവിടെ ഒരു കോമ്പിനേഷൻ വരുന്നില്ല. അഅതൈതുഹാഹും കോമ്പിനേഷൻ വരുന്നില്ല. അതെന്താണെന്നാണ് ഞാൻ നേരത്തെ നോക്കിയത്. പക്ഷെ ഇവിടെ അഅതൈത നീ ഹാ വരുന്നുണ്ട്. അത് നോക്കാം, നമുക്ക് എവിടെ കിട്ടുമെന്ന് നോക്കാം. അൽ മുദരിസ് ഞാൻ നമ്മൾ മലയാളത്തിൽ പറയല്ലോ ഓ എന്ന് പറഞ്ഞാൽ എന്താ? ഉവ്വ് എന്നാണ്. അൽ ആന തദക്കർതു, ഞാൻ എപ്പോഴാണ് ഓർമ്മിച്ചത്. അൽ ആന തദക്കർതു. മസ്മുക യാ അഖി, നിന്റെ പേരെന്താ സഹോദര? അയ്യായ തസ്അലു യാ ഉസ്താദു. അയ്യായ അപ്പൊ എന്താ? അനാന്ന് ചോദിക്കാൻ പറ്റൂല. തസ്അലു നീ എന്നതാണ് യഥാർത്ഥത്തിൽ. എന്നോട് ചോദിച്ചിരുന്നോ എന്നാണല്ലേ? അതെ, എന്നോടാണോ ചോദിക്കുന്നത്? തസ്അലു നീ എന്നാണ് ശരിക്കും പറയേണ്ടത്. ആ തസ്അലു നീ എന്നോടാണോ ചോദിക്കുന്നത്? തസ്അലു താങ്കൾ ചോദിക്കുന്നു, നീ എന്നോട്. അപ്പൊ ആ യാഇന് എന്ത് ചെയ്തു? തസ്അലു നീ യാൽ മുത്തക്കല്ലിമിനെ മുമ്പേ പറഞ്ഞിട്ട് മുമ്പേ പറയണം എന്നോട് തന്നെയാണോ ചോദിക്കുന്നത്. എംഫസൈസ് ചെയ്യാൻ വേണ്ടി എന്നോടാണോ ചോദിച്ചത് എംഫസൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? മുന്നേ കൊണ്ടുവന്നപ്പോ അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. കാരണം മൻസൂബാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇയ്യാ ചേർത്ത് പറയണം. മർഫു ആണെങ്കിൽ പറയാം അന എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ മൻസൂബ് ആകുമ്പോൾ അന എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇയ്യായ തസ്അലു യാ ഉസ്താദ്. ഉസ്താദ് എന്നോട് തന്നെയാണോ ചോദിക്കുന്നത്? അപ്പൊ എന്താണ്? അസ്അലുക എന്നല്ല പറയുന്നത്, മറിച്ച് എന്ത് ചെയ്തു? എംഫസൈസ് ചെയ്യാൻ വേണ്ടി ഇയ്യാക അസ്അലു. അതേപോലെയാണ് ഇയ്യാക നഅ്ബുദു. എന്തായി? നിന്നെ തന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അതേപോലെ നിന്നെ മാത്രമാണ് എന്ന് കിട്ടും. എപ്പോൾ? മഫ്ഊലുൻ ബിഹി മുഖദ്ദമാണെങ്കിൽ രണ്ട് ഉപയോഗമാണ് ഉണ്ടാവുക. ഒന്നെന്താണ്? എംഫസൈസിങ് ആണ്. രണ്ടെന്താണ്? ലിമിറ്റിംഗ് ആണ്. മുഖദ്ദം എന്ന് പറയുന്നത് ശരിക്കും എന്തായി? കദ്ദമ മുന്തിച്ചു. ഇപ്പൊ ഇത് നോക്ക്, ഇത് പഠിപ്പിക്കുന്നത് എന്തിനാ? ഇയ്യാക നഅ്ബുദു പഠിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്രയും പാടുപെടുന്നത്.
ഇയ്യ എന്ന് പറയുന്ന സംഭവം ഇത്രയും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കാനുള്ള കാരണം ഒരു അഖീദയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. പക്ഷെ നമുക്ക് അത് ആദ്യമൊന്നും ക്ലാസ്സിന്റെ തുടക്കത്തിലൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അവസാനം കൊണ്ടുവന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക. തസ്അലുനി യാ ഉസ്താദു എന്നാണ് പറയേണ്ടത്, അല്ലെങ്കിൽ പറഞ്ഞത്. തസ്അലുനി എന്ന് പറയുമ്പോ എന്നാൽ നോർമൽ മാത്രമേ ആകുന്നുള്ളൂ. തസ്അലുനി എന്നോട് ചോദിക്കുന്നു, യാ ഉസ്താദ് എന്നോട് ചോദിക്കുന്നു, എന്നോട് ചോദിക്കുന്നു എന്ന് നമുക്ക് സംസാരത്തിൽ പറയുന്ന പോലെ പറയാം. തസ്അലുനി യാ ഉസ്താദ്. അപ്പോ എന്നോടാണോ ചോദിക്കുന്നത് എന്ന് ഊന്നി പറയണം, എംഫസൈസ് ചെയ്ത് ചോദിക്കണം. അതിനാണ് എന്ത് ചെയ്തത്? യാൽ മുത്തക്കല്ലിമിനെ മുന്നേ കൊണ്ടുവന്നത്. അപ്പൊ യാൽ മുത്തക്കല്ലിമിനെ മുന്നേ കൊണ്ടുവന്നാൽ യാൽ മുത്തക്കല്ലിമ് ഫേല് തസ്അലുവിന്റെ മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ട് മൻസൂബാണ്. മൻസൂബാകുമ്പോൾ അതിന് യാൽ പിന്നെ എന്ത് ചെയ്യാൻ അന എന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഇയ്യ ചേർത്തിട്ട് ഇയ്യായ എന്നേ പറയാൻ പറ്റും. അതേപോലെ നാം ഇയ്യാക അസ്അലു, ഇപ്പൊ എന്ത് ചെയ്തു? നിന്നോട് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോ അസ്അലുക എന്ന് പറഞ്ഞാൽ നിന്നോട് ചോദിക്കുന്നു. ഞാൻ അസ്അലുക നിന്നോട് ചോദിക്കുന്നു എന്ന് പറയാം. പക്ഷെ ഇവിടെ എന്ത് വേണം? നിന്നോട് തന്നെയാണ് ചോദിക്കുന്നത് എന്ന് പറയണം. അപ്പൊ എന്ത് വേണം? ഇതിൽ മഫ്ഊൽ ബിഹി മുഖദ്ദം യാ ആണോ? യാ എപ്പോഴാണ്? യാ എന്താണ്? യാ മുത്തക്കല്ലിമാണ്, അതെ, സംസാരിക്കുന്ന ആൾക്കാർ. യാ കാ എന്താണ്? മുഖാത്തബ്, അഭിസംബോധിതൻ. അൻതയല്ലേ, ഇവിടെ അനയല്ലല്ലോ. അതെ അതെ. യായ എന്ന് പറഞ്ഞപ്പോ എന്താണ്? തസ്അലു നീ എന്ന് ചോദിക്കുന്നതാണ്. ഹുവ ചോദിക്കുകയാണ്. ആര്? ഇബ്രാഹിം. എന്നോട് തന്നെയാണോ ചോദിക്കുന്നത് എന്ന് ഇബ്രാഹിം ചോദിക്കുകയാണ്. അപ്പൊ ഉസ്താദ് എന്ന് പറഞ്ഞു നിന്നോട് തന്നെയാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ യാ അല്ല, ഇവിടെ എന്താണ്? അൻതയാണ്. യാക അതാണ് മഖ്ഫൂലുൻ ബിഹി മുഖദ്ദം ക അല്ലെ അൻത. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. അൻത മഫ്ഊലുൻ ബിഹി മുഖദ്ദം ഇതില് ഇയ്യാക. ഇവിടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. ഇവിടെ എന്താണ്? അൻതയാണ്. അൻതയെ അതാ സ്വതന്ത്രമായി പറഞ്ഞാൽ അൻത മർഫു ആണ്. അൻത മർഫു ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മൻസൂബായിട്ടുള്ള കാ ഉപയോഗിച്ചത്. കാ ഉപയോഗിക്കുമ്പോ കാ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റൂല. അതിനാണ് മുഖദ്ദം എന്ന് പറഞ്ഞത്. മുഖദ്ദം എന്ന് പറഞ്ഞാൽ എന്താ? മുന്തിക്കപ്പെട്ടത്. കദ്ദമ മുന്തിച്ചു. മുഖദ്ദിമുൻ മുന്തിച്ചവൻ, മുഖദ്ദമുൻ മുന്തിക്കപ്പെട്ടത്. ഹുവ. അപ്പൊ ഇബ്രാഹിം പറയാണ് ഇസ്മി ഉക്കാശ. അടുത്ത കാര്യം അപ്പോ ഇബ്രാഹിമിനോടല്ല ചോദ്യം, വേറെ ഒരാളോടാണ് ചോദ്യം. മസ്മുക യാ അഖി എന്ന്. അപ്പൊ ചോദ്യം കേട്ട ആളാണ് ചോദിച്ചത് ഇയ്യായ തസ്അലു. അപ്പോ മുദരിസ് പറഞ്ഞു നാം ഇയ്യാക അസ്അലു എന്ന് പറഞ്ഞു. അപ്പൊ ഹുവ പറഞ്ഞു ഇസ്മി ഉക്കാശത്തു. ഇസ്മി ഉക്കാശത്തു, എന്റെ പേര് ഉക്കാശ എന്നാണ്. ഉക്കാശയെ കേട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഉക്കാശ ഭയങ്കര സഹാബിയ. ചോദ്യം കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാ പറഞ്ഞത്. ഉക്കാശ 70,000 പേര് ചോദ്യം കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസം പറഞ്ഞല്ലോ. അപ്പൊ ഉക്കാശയാണ് ഫസ്റ്റിൽ എഴുന്നേറ്റ് പറഞ്ഞത് റസൂലുള്ളാഹ് എന്നെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പ്രാർത്ഥിക്കണമേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅൻത മിൻഹും, നീ അവരിൽപ്പെട്ട ആളാണ്. അപ്പൊ അടുത്ത ആൾ എഴുന്നേറ്റ് ചോദിച്ചു എന്നെ കൂടെ അതിൽപ്പെടുത്താൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോ നോ നോ, സബഖക ബിഹാ ഉക്കാശ, ചാൻസ് പോയി.
അതാണ് ഇമ്മീഡിയറ്റ് റെസ്പോൺസിന്റെ പ്രത്യേകത. ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആൻഡ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇസ്മി ഉക്കാശ, എന്റെ പേര് ഉക്കാശയാണ്. ഇതൊരു സ്റ്റുഡന്റ് ഉക്കാശയാണ്. ഇസ്മി ഉക്കാശത്തു ഇൽതഹഖതു. ഇൽതഹഖ എന്ന് പറഞ്ഞാൽ എന്താ? ലഹിഖ, ചേർന്നു. ഇൽതഹഖ നേരത്തെ വന്നിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ. അത് ജോയിൻ ചെയ്തു എന്ന്. ലഹിഖ വന്നിട്ടുണ്ടല്ലോ, രണ്ടു മൂന്ന് അതുപോലത്തെ വാക്കാണ് ഇൽതഹഖ. ഇൽതഹഖ എന്ന വാക്കാണ് ജോയിൻ. സ്കൂളിലും അതൊക്കെ ജോയിൻ ചെയ്യുന്നതിന് ഇൽതഹഖ എന്ന വാക്കാണ്. ഒരുമിച്ച് ചേർന്നു എന്ന അർത്ഥത്തിലും ജോയിൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും ഇൽതഹഖ. ഞാൻ ജോയിൻ ചെയ്തു. ബിൽ മഅഹദി, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അൽ മഅഹദ് എന്ന് പറഞ്ഞ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. അൽ യൗം, ഇന്ന്. ബിൽ മഅഹദിൽ യൗമ ചേർത്ത് വായിക്കുമ്പോൾ ഇൽതഹഖതു ബിൽ മഅഹദിൽ യൗമ, ഞാൻ ഇന്ന് ജോയിൻ ചെയ്ത ഉക്കാശി എന്നാണ് എന്റെ പേര്. വൽതഹഖ മഈ. അപ്പോൾ ഇൽതഹഖതുൽ എന്തുണ്ട്? ഫാഇല് മർഫൂആണ്, അന. മഈൽ എന്താണ് ലമീർ ഉള്ളത്? യാഉൽ മുത്തകല്ലിം. യാഉൽ മുത്തകല്ലിം ഏത് അവസ്ഥയിലാണുള്ളത്? നസ്ബ് ഏതാ? മഅ എന്നാൽ നസ്ബിയാണോ? എന്നാ ജർറ്. ഒന്നാം ക്ലാസ് പഠിച്ചല്ലേ? എട്ടെണ്ണം ഓർമ്മിച്ചേക്കാൻ പറഞ്ഞായിരുന്നു എപ്പോഴും. അപ്പൊ മായ്ക്ക് ശേഷം യാൽ മുത്തകല്ലിം വന്നു, അത് മജ്റൂറാണ്. അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ലമാഇറിന്റെ ലമീർ സർവനാമങ്ങളുടെ അവസ്ഥ, ആ അവസ്ഥയിൽ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ മഈ എന്നത് യാൽ മുത്തകല്ലിം മജ്റൂറാണ്. അപ്പൊ അതിന് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ. മാത്രമല്ല മായോടൊപ്പം ചേർന്നാണ് അത് വരിക. മായോടൊപ്പം ചേർന്നാണ് അത് വരുന്നത്. അപ്പൊ വൽതഹഖതു മഈ സലാസത്തു തുല്ലാബിൻ, 3 സ്റ്റുഡൻസ് കൂടെ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മിൻ ബലദി, എന്റെ നാട്ടിൽ നിന്ന്. മിൻ ബലദി, എന്റെ നാട്ടിൽ നിന്ന്. അപ്പൊ യാൽ മുത്തകല്ലിം എന്ത് അവസ്ഥയിലാണുള്ളത്? എന്താണ്? അതും ചെറു തന്നെ. അത് മജ്റൂറാണ്. എന്തുകൊണ്ട് ചെറു ചെയ്തു? എന്താണ്? മിൻ വന്നതുകൊണ്ട് ജെർ ചെയ്തോ? കൊള്ളാം. മിൻ വന്നാൽ കുറെ വാക്കിന് അപ്പുറമാണോ ജെർ ചെയ്യുന്നത്? അല്ല, മിൻ ബലദി. ബലദി അത് നസ്ബാണ്. നസ്ബാണ്. അപ്പൊ അവിടെ എന്താ? മൻസൂബാ, മഫ്ഊൽ ബിഹി അല്ലേ? മിൻ ബലദി പിന്നെ മർഫൂ ആണല്ലേ? മർഫൂ എങ്ങനെയായി? ഫായിലാണോ? ബലദി. മാഷാ അല്ലാഹ്. ആരാ പറഞ്ഞത്? ക്ലാസ്സിലുണ്ടോ? ഇലാഫത്ത് യാൽ മുത്തകല്ലിമിലേക്ക് ഇലാഫത്ത് ചെയ്തിരിക്കുകയാണ്. എന്റെ നാട്. നമ്മള് റബ്ബുഹും എന്ന് പറഞ്ഞില്ലേ അന്ന് ആദ്യം പഠിച്ചത്? അവിടെ നമ്മൾ ഇലാഫത്ത് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിരണ്ടോടി പോകും. അതുകൊണ്ടാണ് അന്ന് ഇലാഫത്ത് എന്ന് പറയുന്നത്. അത് ചൊല്ലി പഠിക്കില്ല. യൂസ് ഇറ്റ് ആസ് എ ചൈൽഡ്. റബ്ബുഹു അവന്റെ റബ്ബ്. അപ്പൊ റബ്ബി എന്റെ റബ്ബ്. യഥാർത്ഥത്തിൽ എന്താണ്? യാൽ മുത്തകല്ലിമിലേക്ക് ഇലാഫത്ത് ചെയ്യുകയാണ്. പൊസഷൻ അല്ലേ പറയുന്നത്?
ഉടമസ്ഥതയല്ലേ പറയുന്നത്. അപ്പൊ ഇലാഫത്താണ്. അപ്പൊ അപ്പൊ യാ മജ്റൂറും മുതൽ തന്നെ അല്ലേ? ഇലാഫത്ത് മുഖേന ജറ് ചെയ്യപ്പെട്ടു. അതിന് അതെ. വേറെ പ്രത്യേകത ഒന്നും ഇല്ല, അതിന്റെ കൂടെ ചേർന്നങ്ങ് വരും. ഹും ഫീ ഫസ്ലിൻ ആഖറ, അവര് ഫീ ഫസ്ലിൻ ആഖറ, വേറൊരു ഫസ്ല. ഫീ ഫസ്ലിൻ ആഖറ, മറ്റൊരു ക്ലാസ്സിലാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ആഖറ എന്ന് പറഞ്ഞത്? ആഖർ എന്താണ്, എന്തവസ്ഥയിലാണ് ഉള്ളത്? ആഖർ മഫ്ഊലും ഫസ്ലിന്റെ ബിഹി എന്താണ്? അല്ലേ? ആഖർ ഹുമ്മിന്റെ മഫ്ഊലും എവിടെ ഫെയിലായവിടെയാണ്. ഹും ഫീ ഫസ്ലിൻ ആഖർ, ആഖർ എന്ന് പറഞ്ഞത് അയിനൽ ഫാഇൽ, അയിനൽ ഫിഅൽ. ഫിഅൽ ആഖറ ഫെയിലില്ലാതെ എന്നല്ല. എങ്ങനെ മഫ്ഊലും ബിഹി വന്നു അവിടെ? ഫീ ആഖറ. ഫീ ഫസ്ലിൻ ആഖർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറ്റൊരു മറ്റൊരു ക്ലാസ്സിൽ. അപ്പൊ ആഖർ എന്ത് അവസ്ഥയിലാണുള്ളതെന്ന് മലയാളത്തിൽ ചിന്തിച്ചു നോക്കിയേ. ഫസ്ലിന്റെ ന്യായത്താണ്, വിശേഷണമാണ്. ഫസ്ലിന്റെ വിശേഷണമാണ്. അപ്പൊ അതിനെന്തുകൊണ്ട് അടയാളം വരാഞ്ഞത്? ആഖർ ഗൈർ മുൻസരിഫാണ്. ആഖർ ഗൈർ മുൻസരിഫാണ്. കസ്ർ വരില്ല അവിടെ. ആഖരി എന്നെവിടെയെങ്കിലും കണ്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ കസ്റിന് വരെ എന്ത് കൊടുക്കണം? ഫത്തഹത്താണ് കൊടുക്കുക. മജ്റൂറാണ്, പക്ഷേ കസ്ർ വെളിവാകാത്തത് കൊണ്ട് ഫത്തഹത്താണ് കൊടുക്കുക. ഈ ഫസ്ലിൻ ആഖർ. യാ ഉസ്താദ് അർജു, അർജു എന്താ? അർജു അൻ തുസാഇദനി, അർജു അൻ തുസാഇദനി, I would like you to help me. സാഅദ, ഹെൽപ്പ് ചെയ്തു. സാഅദ നേരത്തെ വന്നിട്ടുണ്ടല്ലോ. സാഅദ സഹായിച്ചു. അർജു അൻ തുസാഇദനി. അപ്പൊ അൻ തുസാഇദയിലെ അതിന്റെ ഇഅ്റാബ് പറഞ്ഞ് അൻ ഹർഫ് നാസിബ്, നസ്ബി എന്ന ഹർഫാണ്. തുസാഇദ ഫിഅൽ മുളാരി മൻസൂബാണ്. പിന്നെ നൂനുൽ വിഖായത്ത്, അടുത്ത് എന്താണ്? യാൽ മുതക്കല്ലിം എന്താണ്? മൻസൂബ്. എവിടെ സാനിയ? ഊല എവിടെ? ഇല്ല, സാനിയല്ല, മൻസൂബ്. ഫിഅലിനോട് ചേർന്ന് വന്ന അവലാണ്, സാനിയല്ല. അതെ. ഇവിടെ സഹായിച്ചു. ആരെ സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ട് മഫ്ഊലും ബിഹി വേണ്ട. ഫഖദ് ഫാതത്നി ദുറൂസുൻ കസീറത്ത്. ഫഖദ് ഫാതത്നി, ഫാത്ത എന്താണ്? ഫാത്ത നഷ്ടപ്പെട്ടു, ലാപ്സായി. ഫാത്ത പഴയ വാക്ക, പുതിയ വാക്കിന്റെ കൂട്ടത്തിലൊന്നുമില്ല. ഫാത്ത ഇതേവരെ മുമ്പ് വന്നിട്ടുണ്ടല്ലോ, ക്ലാസ് നഷ്ടപ്പെട്ടായിരിക്കും. തോറ്റു ഫാത്തയുണ്ട്. അല്ല, അത് റസബയാണ് തോറ്റു. ഫാത്ത വന്നിട്ടുണ്ട്. ഫാത്ത വന്നിട്ടുണ്ട്, നഷ്ടപ്പെട്ടു. ഫഖദ് ഫാതത്നി. അപ്പൊ യാൽ മുത്തക്കല്ലിം എന്താണ്? മഫ്ഊലും ബിഹി. മഫ്ഊലും ബിഹി ആണ്. അവിടെ ഫാഇൽ ഏതാണ്? ഏതന്ത? അന്തല്ല, ഫാത്തത്ത ദുറൂസ് അല്ലേ? ഫാത്തത്തിലുള്ള എന്തുണ്ട്? ഫാത്തത്തിൽ വേണമല്ലോ. ഫാത്തത്തില് ഹിയ ഉണ്ട്. പിന്നെ ഹിയ വരാൻ കാര്യം എന്താ? ദുറൂസ് ആണ് അതിന്റെ ഫാഇൽ. അപ്പൊ ബഹുവചനമായതുകൊണ്ടാണ്.
ബഹുവചനമാണ്. അതിനെ മുൻകടന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്, മുൻകടന്നു. അപ്പം എന്നാലും എന്ത് ചെയ്യണം, സ്ത്രീലിംഗം ഉപയോഗിക്കണം. പിന്നെ സ്ത്രീലിംഗം അല്ല, ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗം വന്നു. അതുകൊണ്ട് പിന്നെ അതിനെ ജമ്മാക്കുന്ന വിഷയം വരുന്നു. പിന്നെ കസീറത്തുൻ എന്താണ്? അതിന്റെ വിശേഷണമാണ്. അതും ജമ്മായതുകൊണ്ട് മുഅന്നസാക്കി ഉപയോഗിച്ചിരിക്കുകയാണ്. ദുറൂസും ജമ്മായതുകൊണ്ട് കസീറത്തുൻ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. തുസായിദനി ഇവിടെ യാൽ മുത്തകല്ലിം മൻസൂബാണ്. അവിടെ ഫീലിനോട് ചേർന്ന് വന്നത് കൊണ്ട് വേറെ ഒന്നും വേണ്ട. പിന്നെ ഫാത്തത്തിനിയിലെ യാൽ മുത്തകല്ലിം മൻസൂബാണ്, അതും ഫീലിനോട് ചേർന്ന് വന്നുകൊണ്ടൊന്നും വേണ്ട. അതാണ് ഇതിനുള്ള ദമായിറിന്റെ അവസ്ഥ. പിന്നെ അൽ മുദരിസ് സഉസാഇദുക വ ഇയ്യാഹും, സഉസാഇദുക വ ഇയ്യാഹും. അപ്പൊ എന്താണ് ഇയ്യ ഉപയോഗിച്ചത്? ലമീർ മുൻഫസിലാണ്. എന്തുകൊണ്ടാണ് ലമീർ മുൻഫസിൽ വന്നത്? തുസാഇദുക, തുസാഇദുക. അവിടെ എന്താണ്? ക മഫ്ഊലുൻ ബിഹി മൻസൂബാണ്. അതിനോട് ചേർന്ന് വന്നുകൊണ്ട് ഇയ്യ ഒന്നും വേണ്ട. പിന്നെ ആ കായോടാണ് എന്ത് ചെയ്യുന്നത്, അത്ഫ് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത് വാ ഉപയോഗിച്ചിട്ട്. അപ്പൊ അടുത്തത് എന്തായിരിക്കും? മൻസൂബായിരിക്കും. ആ മൻസൂബ്. അപ്പൊ അങ്ങനെ മൻസൂബ് ആയതുകൊണ്ടാണ് ഇയ്യ ഉപയോഗിച്ചത്. വ ഇയ്യാഹും, സഉസാഇദുക വ ഇയ്യാഹും, നിന്നെയും അവരെയും ഞാൻ സഹായിക്കാം ഇൻഷാ അല്ലാഹ്. അവരാരാണ്? ലഹിഖത്തിനി വൽതഹഖമായി സലാസത്തു തുല്ലാബ് എന്ന് പറഞ്ഞു. ഉക്കാശ ലൻ നൻസ മുസാഅദതക ഇയ്യാന അബദൻ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്ത് ചെയ്തു? ലൻ നൻസ, വി വിൽ നോട്ട് ഫർഗറ്റ്, ഞങ്ങൾ മറക്കില്ല. നസിയ യൻസ, ലൻ നൻസ, ഞങ്ങൾ മറക്കില്ല. മുസാഅദതക, താങ്കളുടെ സഹായത്തെ. അപ്പൊ എന്താണ് അവിടെ? എന്ത് മഫ്ഊലുൻ ബിഹി? എപ്പോഴും മഫ്ഊലുൻ ബിഹിയാണ്. അതിനൽ ഫിഅൽ, എന്ത് ഫായില്? എവിടെ സാഅദ? സാഅദ എവിടെയുണ്ട്? മുസാഅദത്തുൻ, സാഅദ യുസാഇദു മുസാഅദത്തുൻ, ജാഹദ യുജാഹിദു മുജാഹദത്തുൻ വജിഹാദുൻ എന്ന് പഠിച്ചില്ലേ? സാഅദയുടെ ക്രിയാധാതുവാണ് മുസാഅദത്ത്. അപ്പൊ മുസാഅദതക, സഹായം, അത് തന്നെ. മുസാഅദത്ത് മഫ്ഊലുൻ ബിഹിയാണ്. മുസാഅദത്ത് മഫ്ഊലുൻ ബിഹിയാണ്. ലൻ നൻസ, ഞങ്ങൾ മറക്കില്ല. മുസാഅദത്ത, സഹായം. അപ്പൊ മഫ്ഊലുൻ ബിഹി മൻസൂബാണ്, ഫത്ഹത്തുണ്ട് അവിടെ. അതാണ് മുസാഅദത്ത. ക വന്നപ്പോ എന്താണ്? കായെ മുസാഅദത്തിനെ കായിലേക്ക് ഇളാഫത്ത് ചെയ്തത്. പിന്നെ അപ്പോ അത് മജ്റൂറാണ്. ഇസ്മിനോടൊപ്പം ചേർന്ന് വരുമ്പോൾ മജ്റൂറായിരിക്കും. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്മിനോടൊപ്പം ചേർന്ന് വന്നാൽ ഇളാഫത്തായിരിക്കും. ഇളാഫത്താണെങ്കിൽ പിന്നെ മജ്റൂറാണല്ലോ. ഇസ്മിനോടൊപ്പം ചേർന്ന് വന്നാൽ ഇളാഫത്താണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഫിഅലിനോടൊപ്പം ചേർന്ന് വന്നാൽ മഫ്ഊലുൻ ബിഹി ആയിരിക്കും. സർവനാമം ഫിഅലിനോടൊപ്പം ചേർന്ന് വന്നാൽ മഫ്ഊലുൻ ബിഹി ആയിരിക്കും. ഇസ്മിനോടൊപ്പം ചേർന്ന് വന്നാൽ മജ്റൂറായി, ഇളാഫത്തായിരിക്കും. മുസാഅദത്തൊക്കെ, താങ്കളുടെ സഹായം, ഞങ്ങൾ മറക്കില്ല. പിന്നെ എന്തിനാ ഇയ്യാന പറഞ്ഞത്? ഞങ്ങളോടുള്ള. ഞങ്ങളോടുള്ള എങ്ങനെ പറയും? വേറെ പറയാനൊന്നും വഴിയില്ല. അപ്പൊ എന്ത് ചെയ്തു? മൻസൂബാക്കിയാണ് പറയേണ്ടത്. മുസാഅദതക ഇയ്യാന, ഞങ്ങളോടുള്ള താങ്കളുടെ സഹായം. അറബികൾ പറയുന്നത് മുസാഅദത്ത് എന്നുള്ളത് ഒരു ക്രിയാധാതുവാണ്.
ആ ക്രിയാധാതു ഒരു മഫ്ഊലും ബിഹി ആവശ്യപ്പെടും. അങ്ങനെ വരുമ്പോഴാണ് അവിടെ മഫ്ഊലും ബിഹി ആയിട്ട് ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് ചിന്തിച്ചാൽ വളരെ എളുപ്പമാണ്. മുസാദത്തൊക്കെ താങ്കളുടെ സഹായം. ആർക്കുള്ള സഹായം? ഞങ്ങൾക്കുള്ള സഹായം. അപ്പൊ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സഹായം ലഭിച്ചവരല്ലേ ഞങ്ങള്. അപ്പൊ ലഭിച്ചവരെ എന്ത് അവസ്ഥയിലാണ് പറയേണ്ടത്? മഫ്ഊലും ബിഹി ആയിട്ടല്ലേ പറയേണ്ടത്. അപ്പൊ ഓർത്ത് വെച്ചുകൊള്ളുക, ക്രിയാധാതു മഫ്ഊലും ബിഹിയെ ആവശ്യപ്പെടുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. അതിലൊന്നാണ് ഇവിടെ പറഞ്ഞത്. ക്ലിയർ ആണോ? എങ്ങനെ മലയാളത്തിൽ പറഞ്ഞു കേട്ടോ? ഞാൻ ഒന്നുകൂടി പറയാവോ? കേട്ടു. ലൻ നൻസ മുസാദത്തക ഇയ്യാന. ഞങ്ങളോടുള്ള താങ്കളുടെ സഹായത്തെ ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ഇല്ല. അപ്പൊ ഇയ്യാന എന്ന് പറഞ്ഞാൽ ഞങ്ങളോടുള്ള സഹായം. അപ്പൊ ഞങ്ങൾ എന്താ അവസ്ഥയിലാണ് ഉള്ളത്? സഹായം ലഭിച്ച അവസ്ഥയിലല്ലേ ഉള്ളത്. അപ്പൊ ഒരു അതെ. സംഗതി ലഭിച്ചയാള് മഫ്ഊലും ബിഹി ആയിട്ടല്ലേ വരുന്നത്. ക്രിയ ആയിട്ട് വന്നാല് ലറബ സെയ്ദൻ, ലറബ സെയ്ദുൻ അംറൻ. അപ്പൊ അംറൻ അടി കിട്ടി അല്ലേ? അപ്പം മുസാദത്ത് ലഭിച്ച ആൾക്കാരെ എന്തായിട്ടാ വരേണ്ടത്? മൻസൂബായിട്ടാണ് വരേണ്ടത്. ഇതാണ് മലയാളത്തിൽ വന്നാല്. അറബിയിൽ എന്ത് പറയും? ക്രിയാധാതു ചില സന്ദർഭങ്ങളിൽ മഫ്ഊലും ബിഹി ആവശ്യപ്പെടും. അപ്പോൾ എന്ത് ചെയ്യണം? ആ മഫ്ഊൽ ബിഹിക്ക് നസ്ബ് കൊടുക്കണം. അതാണ് അതാണ് ഇവിടെ മുസാദത്തൊക്കെ അല്ല, ഇയ്യാഹും എന്നത് ഇയ്യാന അല്ല. ഇയ്യാന എവിടെ കിടക്കുന്നു? ഇയ്യാന, സോറി, അതെ, ഇയ്യാന. മുസാദത്തൊക്ക ഇയ്യാന. അപ്പൊ ഇയ്യാന എന്നത് ആ മഫ്ഊലും ബിഹി മൻസൂബാണ്. അപ്പൊ ഏതാണ് അതിന്റെ ക്രിയയായിട്ട് വന്നിരിക്കുന്നത്? ക്രിയയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ക്രിയാധാതുവാണ്. ക്രിയാധാതു, അതാണ് മുസാദത്ത്. അതിന്റെ അടയാളം നമ്മൾ പ്രസക്തമായി. ഇവിടെ പ്രസക്തമല്ല. മുസാദത്ത് ഇയ്യാന എന്ന് പറഞ്ഞത് മുസാദത്ത് എന്താണ്? മുസാദത്ത് കാരണമായാണ് ഇയ്യാനക്ക് നസ്ബ് വന്നത്. മനസ്സിലായോ? കാരണം സഹായം ലഭിച്ച ആളാരാണ്? ലഭിച്ചത് ഇയ്യാനയാണ്. അവരെ എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം. മനസ്സിലായില്ലേ? പിന്നെ മുസാദത്ത് ക്രിയാധാതു ആയതുകൊണ്ട് അതിനൊരു അടയാളം വരും. അത് ലൻ നെൻസ, നെൻസ കാരണമായി നസിയ നെൻസ ഞങ്ങൾ മറക്കുകയില്ല. ലൻ നെൻസ ഞങ്ങൾ മറക്കുകയില്ല. അതിന്റെ മഫ്ഊലും ബിഹി ആയിട്ടാണ് മുസാദത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മുസാദത്തിന് നസ്ബ് കൊടുക്കും. ഇളാഫത്ത് ചെയ്യപ്പെട്ടത് കൊണ്ട് മജ്റൂറിന്റെ അവസ്ഥയിലാണുള്ളത്. ഇയ്യാന മഫ്ഊല് ക്രിയാധാതു കാരണമായി നസ്ബ് ചെയ്യപ്പെട്ടു. അതെ, അതിങ്ങനെ ആലോചിച്ചാൽ മതി. ആ സമയത്ത് അത് ലഭിച്ചത് ആർക്കാണോ അങ്ങനെയുള്ളത് എന്തായിരിക്കണം? പ്രവർത്തിച്ച ആളല്ലല്ലോ, പ്രവൃത്തിയുടെ ഫലം ലഭിച്ച ആളാണ്. പ്രവൃത്തിയുടെ ഫലം ലഭിച്ച ആൾക്ക് എന്താണ് വേണ്ടത്? നസ്ബ് വേണം, മൻസൂബായിരിക്കും. അപ്പൊ എന്താണ്? നെഗറ്റീവ് ആണ് ഇവിടെ. അപ്പൊ എന്ത് പറയും? അബദന് ഒരിക്കലും മറക്കയില്ല. ഇൻഷാ അൽ മുദരിസ് അറാക തുജീദുൽ ലുഗത്തൽ അറബിയ്യ. അറാക തുജീദുൽ ലുഗത്തൽ അറബിയ്യ. നമ്മൾ ജയ്യിദ് എന്ന് പറയൂലേ? ജയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗുഡ്. ജയ്യിദ് ഗുഡ്. അപ്പൊ അതിന്റെ ക്രിയ ആരംഭിക്കുന്ന എങ്ങനെ? അജാദ യുജീദു, നല്ലതാക്കി. അജാദ യുജീദു, നല്ലതാക്കി. അജാദ യുജീദു, നല്ലതാക്കി.
എന്താ പറഞ്ഞത്? അറാക്ക തുജീദുൽ ലുഗത്തുൽ അറബിയ, നീ ലുഗത്തുൽ അറബിയ നന്നായി കൈകാര്യം ചെയ്യുന്നെന്ന് ഞാൻ നിന്നെ കാണുന്നു. അറാക്ക. ഓക്കെ, അറാക്കയുടെ കാ എന്താ അവസ്ഥയിലുള്ളത്? മഫ്ഊലും ബി. മഫ്ഊലും ബിഹി മൻസൂബാണ്. മഫ്ഊലും ബിഹി മൻസൂബാണ്. പിന്നെന്താണ്? അവിടെ കിടക്കുന്ന ഫത്തഹത്തല്ല എന്റെ നസ്ബിന്റെ അടയാളം. അവിടെ കിടക്കുന്ന ഫത്തഹത്ത് എന്താണ്? അത് കാ എപ്പോഴും എന്താണ്? മബിനിയാണ്. മബിനിയുൻ അൽ ഫത്ഹി എന്നാണ് പറയുന്നത്. ഫത്തഹിന്റെ മേൽ മബിനിയാണ്. തുജീദുൽ ലുഗത്തുൽ അറബിയ്യത, നീ ലുഗത്തുൽ അറബിയെ ചെയ്യുന്നുണ്ട്. അൽ ലുഗത്തുൽ അറബിയ്യത, അൽ ലുഗത്ത് മഫ്ഊൽ ബിഹി മൻസൂബാണ്. അൽ അറബിയ്യത്ത് എന്താണ്? നഅത്താണ്, ലുഗത്തിന്റെ നഅത്താണ് ലുഗത്തുൽ അറബിയ്യ. മൻ അല്ലമക ഇയ്യാഹ, മൻ അല്ലമക ഇയ്യാഹ, മൻ അല്ലമക ഇയ്യാഹ. അല്ലമക താങ്കളെ പഠിപ്പിച്ചു. അപ്പൊ കാ എന്താണ്? മഫ്ഊലും ബിഹി മൻസൂബാണ്. ഇയ്യാഹ എന്താണ്? ഇത് അറബി. ഇയ്യാഹ മഫ്ഊലും ബിഹി സാനി. മൻ അല്ലമക നിന്നെ പഠിപ്പിച്ചു. മൻ ഇയ്യാഹ അതിനെ, നിന്നെ അതിനെ പഠിപ്പിച്ചതാരാണ്? നിനക്ക് അത് പഠിപ്പിച്ചെന്നതാരാണ്? ലുഗത്ത്. ഇയ്യാഹ എന്ന് പറഞ്ഞാൽ ലുഗത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഹ. അപ്പൊ മഫ്ഊലും ബിഹി രണ്ടാണ്, സാനിയാണ്. ഓക്കെ, മൻ അല്ലമക ഹ എന്നും ഉപയോഗിക്കാം. അല്ലമ്മ എന്നുള്ളതിന് രണ്ട് മഫ്ഊലും ബി ഉണ്ട് അല്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. ചോദിച്ചു നോക്കിയാൽ അല്ലമ്മയോട് ചോദിച്ചാൽ മതി, അറിയാൻ പറ്റും. ചോദിച്ചു നോക്കിയാൽ അല്ലമ്മ, അല്ലമ്മ പഠിപ്പിച്ചു. ആരെ പഠിപ്പിച്ചു? ആര് പഠിപ്പിച്ചു എന്നുള്ളത് ആര് വേണം. ആരെ പഠിപ്പിച്ചു, എന്തിനെ പഠിപ്പിച്ചു എന്ന് ചോദിക്കും. രണ്ട് മഫ്ഊലും ബി വേണം. ഒക്കാശ അല്ലമനി ഇയ്യാഹ അബി, അല്ലമനി ഇയ്യാഹ അബി. അല്ലമനി എന്നെ പഠിപ്പിച്ചു, ഇയ്യാഹ അതിനെ, അബി എന്ന് വെക്കാം. അല്ലമനിയിലെ യാ മുത്തകല്ലിം എന്താണ്? മൻസൂബാണ്. ഇയ്യാഹ എന്താണ്? ഇയ്യാഹ മൻസൂബാണ്. മഫ്ഊലും ബിഹി സെക്കൻഡ് ആണ്. അബിയിലെ യാ മുത്തകല്ലിം എന്താണ്? അനല്ലേ? അബിയിലെ യാ മുത്തകല്ലിം എന്താണ്? ഇളാഫത്താണ്. അബി എന്ന് പറഞ്ഞാൽ അബ് ഫായിലാണ്. അബ് ഫായിലാണ്. യാ മുത്തകല്ലിം വന്നതുകൊണ്ട് അബിന്റെ റഫ് മാറിയിട്ട് കസ്ർ വന്നതാണ്. അൽ മുദർരിസ് ഇഖ്റഅൽ ആയാതി യാ ഹാമിദു. ഹാമിദ് ആ സൂക്തങ്ങൾ വായിക്കൂ, ആയത്തുകൾ വായിക്കൂ. ഇഖ്റഅൽ ആയാതി. ആയത്ത് എന്തുകൊണ്ടാണ് കസ്ർ കൊടുത്തത്? ഇളാഫത്തായതുകൊണ്ട്. മാഷാ അല്ലാഹ്. ഏതിന്റെ കൂടെ ഇളാഫത്ത് ചെയ്തു? ഇഖ്റാന്റെ കൂടെ. ഇഖ്റ എന്ന ക്രിയയുടെ കൂടെയാണോ ഇളാഫത്ത് ചെയ്യുക? മഫ്ഊലും ബിഹി മൻസൂബാണ്. മൻസൂബ് നസ്ബ് എന്താണ്? മുസിബത്ത് ബി കസ്റത്തിൻ, കസ്റത്ത് കൊണ്ടാണ് നസ്ബ് ചെയ്തിരിക്കുന്നത്. ലിഅന്നഹ ജംഉ മുഅന്നസ് സാലിം. യാ ഹാമിദു, അതായത് ക്രിയയുടെ കൂടെ ഇളാഫത്ത് ചെയ്യൂല. ഇളാഫത്ത് ചെയ്യുമ്പോഴത്തേക്കും ഇസ്മിന്റെ കൂടെ ഇളാഫത്ത് ചെയ്യും. അൽ മുദർരിസ് ഇഖ്റഅൽ ആയാതി യാ ഹാമിദ്. യസ്തഈദു വയുബസ്മിലു. യസ്തഈദു വയുബസ്മിലു ഒക്കെ മുമ്പ് വന്നിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് അൽ ഇസ്തിആദത്തു വൽ ബസ്മലത്തു എന്നാണ് പഠിച്ചത്. അൽ ഇസ്തിആദത്തു എന്ന് പറഞ്ഞാൽ ഇസ്തിആദ ചൊല്ലൽ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ചൊല്ലൽ. വൽ ബസ്മലത്ത് അൽ ഇസ്തിആദത്തു വൽ ബസ്മലത്ത് എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലൽ. അതിന്റെ ഫഅൽ രൂപമാണ് യസ്തഈദു.
യസ്തഈദു എന്നുള്ളത് എന്താണ്? ഇസ്തആദ യസ്തഈദു എന്നുള്ളത് ഫിഅലിൽ ഉള്ളതാണ്, ക്രിയ അടിസ്ഥാനപരമായും ക്രിയ ഉള്ളതാണ്. ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്തആദ യസ്തഈദുവിന്റെ കൽപ്പനയാണ് ഇസ്തഈദ്. ഇസ്തആദ യസ്തഈദു അഭയം തേടുന്നു എന്ന് പറയാം. യുബസ്മിലു എന്ന് പറഞ്ഞാൽ എന്താണ്? ബസ്മലത്ത് എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലൽ എന്നാണ് ബസ്മലത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം. അൽ ബസ്മലത്ത് എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലൽ. അതിനകത്ത് നമ്മൾ പറയും ബിസ്മി ചൊല്ലി എന്ന് പറയുമല്ലോ, എന്ന് പറയുന്നത് പോലെയാണ് ബസ്മലത്ത് എന്ന് പറയുന്നത്. അതിനെ ആ ബസ്മലത്ത് എന്ന പ്രയോഗത്തെ ക്രിയാരൂപമാക്കി എടുത്തതാണ് യുബസ്മിലു, ബസ്മല യുബസ്മിലു എന്ന്. അപ്പൊ യുബസ്മിലു അദ്ദേഹം ബിസ്മി ചൊല്ലുന്നു. സുമ്മ യഖറഉ പിന്നീട് വായിക്കുന്നു. യസ്തഈദു യുബസ്മിലു സുമ്മ യഖറഉ അങ്ങനെ പിന്നീട് വായിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇനി നമ്മളൊന്നും പറയേണ്ടതില്ല. പിന്നെ നമ്മൾ പറയേണ്ടത് ഒരു ലിമിറ്റിംഗ് കൂടെ ഉണ്ട് എന്നതാണ്. അത് ബലാഗയിൽ മാത്രമാണ് അത് വിശദീകരിക്കുന്നത്. അത് എംഫസൈസിങ് ഉണ്ട്, പിന്നീട് ലിമിറ്റിംഗും ഉണ്ട്. ഊന്നി പറയലും ചുരുക്കലും അല്ലെങ്കിൽ പരിമിതമാക്കലും. അപ്പൊ മഫ്ഊലുൻ ബിഹിയെ മുന്തിച്ചാൽ എന്തൊക്കെയുണ്ട്? എംഫസൈസിങ്ങും ലിമിറ്റിംഗും ഉണ്ട്. ലിമിറ്റ് ചെയ്യാണ്, ഇയ്യാക നിന്നെ മാത്രമാണ്. പിന്നെ അതേപോലെ ഊന്നി പറയുക എന്ന് പറഞ്ഞാൽ നിന്നെ തന്നെയാണ്, നിന്നെ തന്നെയാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. അതേപോലെ ഇയ്യാക നസ്തഈനു നിന്നോട് തന്നെയാണ് ഞങ്ങൾ സഹായം തേടുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. അപ്പൊ അവിടെ ക എന്താണ്? മുഖദ്ദമായത് കൊണ്ടാണ് ഇയ്യാ ചേർത്ത് ഇയ്യാക ഉപയോഗിച്ചത്, മൻസൂബായതുകൊണ്ട് രണ്ട് സ്ഥലത്ത്. ഓക്കെ, തീർക്കണോ? അനങ്ങുന്നില്ലല്ലോ. തീർക്ക. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇയ്യാക്ക വന്നത് മുഖദ്ദമായി വന്നത് എംഫസൈസ് ചെയ്യാനും ലിമിറ്റ് ചെയ്യാനും വേണ്ടിയാണ്, ഊന്നി പറയാനും പരിമിതമാക്കാനും വേണ്ടിയാണ്. ഇവിടെ എന്ത് ചെയ്തു? വഖദാ റബ്ബുക അള്ളാഹ് നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. അല്ലാ തഅബുദു നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന്. അല്ലാ തഅബുദു എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അൻ ലാ തഅബുദു എന്നാണ്. അപ്പൊ അൻ വന്നതുകൊണ്ട് തഅബുദൂനയുടെ നൂന് പോയിട്ട് അഫ്ആൽ ഖംസയുടെ നൂന് പോയിട്ട് നസ്ബ് ചെയ്തു. അൻ ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. അപ്പൊ അല്ലാ തഅബുദു എന്ന് പറഞ്ഞതിന്റെ ആരെ ഇബാദത്ത് ചെയ്യരുത് എന്ന്? ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ. അപ്പൊ എന്ത് വേണം? ആ മഫ്ഊലുൻ ബിഹിയാണ് അവിടെ വന്നിരിക്കുന്ന ഇയ്യാ. അപ്പൊ എന്ത് വന്നിട്ടുണ്ട്? അവിടെ മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ട് ഇയ്യാ ചേർത്തിട്ട് നസ്ബ് മൻസൂബ് ആയതുകൊണ്ടാണ് ഇയ്യാ ചേർത്ത് ഇല്ലാ ഇയ്യാഹു. ഇവിടെ ഇല്ല വന്നത് കൊണ്ട് എന്തായി? എംഫസൈസിങ്ങും ലിമിറ്റിങ്ങുമായി. റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെ മാത്രമല്ലാതെ ആരാധിക്കരുത് എന്ന് നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും ഇഹ്സാൻ ചെയ്യണമെന്നും. യുഖ്രിജു, അപ്പൊ ഇല്ലാക്ക് ശേഷം മഫ്ഊലുൻ ബിഹി വരും, മഫ്ഊലുൻ ബിഹി മൻസൂബായിട്ട് വരും കേട്ടോ, അത് ഓർമ്മിച്ചിരിക്കുക. ഇല്ലാടെ ശേഷം മഫ്ഊലുൻ ബിഹി മൻസൂബായിട്ട് എന്ത് വരും? ഈ സർവനാമം വരും. അപ്പോൾ ഇയ്യാ ചേർത്തിട്ടാണ് പറയേണ്ടത്. അവിടെ ലിൽ വാലിദൈനി എന്ന് പറഞ്ഞാലും അർത്ഥം ശരിയാന്നിട്ടില്ല. ലിൽ വാലിദൈനി എന്നല്ല, ഖദാ റബ്ബുക അല്ലാ തഅബുദു ഉണ്ടല്ലോ, ഖദാ വിധിച്ചിരിക്കുന്നു. എന്ത് വിധിച്ചിരിക്കുന്നു? ബിൽ വാലിദൈനി മാതാപിതാക്കളോടുള്ള കാര്യത്തിലും വിധിച്ചിരിക്കുന്നു. ഖദാ ബി എന്നാണ് കേട്ടോ.
ഖളയുടെ കൂടെ ബി ഉണ്ടാവും. ഖളയുടെ കൂടെ ബി ഉണ്ടാവും. ആ ഖളയുടെ പിന്നെ എന്താണ് കൂടെ ഉണ്ടായിരിക്കേണ്ട പ്രിപ്പോസിഷൻ ആണ് ബി. ഇപ്പൊ മാതാപിതാക്കൾ കൊണ്ടും വിധിച്ചിരിക്കുന്നു. മാതാപിതാക്കളെ കൊണ്ട് എന്ത് വിധിച്ചിരിക്കുന്നു? മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണമെന്ന് വിധിച്ചിരിക്കുന്നു. നമ്മൾ മലയാളത്തിലോ അല്ലല്ലോ അറബിയിലെ യൂസേജ്. മലയാളത്തിൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മാതാപിതാക്കൾക്ക് എന്ന് പറയാം. അങ്ങനെയല്ല. ഖളയുടെ കൂടെ വരുമ്പോ ബി ആണ്. ഖള ബി. എന്ത് വിധിച്ചിരിക്കുന്നു? ഖള ബി. ബിൽ വാലിദൈനി ഇഹ്സാന എന്നതാണ് വിധിച്ചിരിക്കുന്നത്. അപ്പൊ ഖളയുടെ കൂടെ വന്നുകൊണ്ടാണ് ബി വന്നത്. ബിൽ വാലിദൈനി ഇഹ്സാന എന്നതാണ് എന്ത്? വിധി. യുഖ്രിജൂന റസൂല വഇയ്യാകും സൂറത്ത് മുംതഹിനയില് യുഖ്രിജൂന റസൂല വഇയ്യാകും ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ അവര് എന്ത് ചെയ്യും? നിങ്ങൾ എങ്ങനെ അവരുമായി മവദ്ദത്തിൽ ഏർപ്പെടും എന്നാണ് ചോദ്യം. അതിൽ തുടക്കം മറന്നുപോയി. അതിൽ തുടക്കം എന്താണ് കരീം സാഹിബേ? അല്ല, അതറിയാം. അതിന്റെ മുമ്പത്തെ എന്തായിരുന്നാലും അവരുമായി പിന്നെ മവദ്ദത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കാരണം എന്താ? യുഖ്രിജൂന റസൂല, അവര് റസൂലിനെ പുറത്താക്കുന്നു. വഇയ്യാകും, നിങ്ങളെയും. അപ്പൊ റസൂല എന്ന് പറഞ്ഞെടുത്ത് മഫൂലും ബിഹി മൻസൂബാണ്. യുഖ്രിജൂന അവർ പുറത്താക്കുന്നു. അർ റസൂല മഫൂലും ബിഹി വഇയ്യാകും എന്നത് മഫൂലും ബിഹി എന്താണ്? എന്ത് സാനി? മൻസൂബ്. വാ ചേർത്താൽ സാനി അല്ല കേട്ടോ. വാ ചേർത്താൽ അത്ഫാണ്, ബന്ധപ്പെടുത്തലാണ്, കണക്ട് ചെയ്യലാണ്. അത് ചോദിച്ചാൽ മതി. യുഖ്രിജൂനോട് ചോദിച്ചാൽ മതി. യുഖ്രിജൂനോട് ചോദിക്കുമ്പോ എന്ത് വരും? പുറത്താക്കി. ആരെ പുറത്താക്കി? അല്ലെ, റസൂലിനെ പുറത്താക്കി. അതോട് തീർന്നു. രണ്ട് മഫൂലും ബിഹി ഇല്ല. രണ്ട് മഫൂലും ബിഹി ഉള്ള ക്രിയയ്ക്കാണ് മഫൂലും ബിഹി ഒന്നാമത്തേതും മഫൂലും ബിഹി രണ്ടാമത്തേതും എന്ന് പറയും. ഇവിടെ എന്താണ്? വാ ഉപയോഗിച്ച ആൻഡ് ആണ്. വാ ഉപയോഗിച്ചാൽ അത്ഫ് എന്നാണ് പറയുക, ബന്ധപ്പെടുത്തലാണ്. അപ്പം റസൂലിന്റെ അതേ അടയാളം തന്നെ ഇത് വേണം. അത്ഫ് ചെയ്യുമ്പോൾ അതിനും വേണം. അതിനോട് ബന്ധപ്പെടുത്തിയാൽ, ഒന്നിനോട് ബന്ധപ്പെടുത്തിയാൽ അതിന്റെ അടയാളം ഇതിനും വേണം. റസൂലിനെ അവർ പുറത്താക്കുന്നു. വഇയ്യാകും, നിങ്ങളെയും. അപ്പൊ മഫൂലും ബിഹി ആണ്. അത് എന്താണ്? സോറി, അത് ആത്തുഫ് കൊണ്ട് എന്താണ് അത് അതിന്റെ നസ്ബ് കിട്ടിയതാണ്. വഇയ്യാകും മൻസൂബുൻ മഅതൂഫുൻ അല റസൂൽ. റസൂലിലേക്ക് ആത്തുഫ് ചെയ്തുകൊണ്ട് അതും മൻസൂബാണ്. അപ്പൊ എന്തായിരുന്നാലും ഇൻഡിപെൻഡന്റ് ആയിട്ട് പറയേണ്ടി വന്നത് കൊണ്ടാണ് ഇയ്യാകും എന്ന് പറഞ്ഞത്. വഇന്നാ ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ. അവിടെ എന്താണ്? ഇന്നയുടെ ഇസ്മ ഏതാണ്? എന്നതാണ് അവിടെ നെഹ്നുവാണ് ഇന്നയുടെ ഇസ്മ. പിന്നെ ഔ ചേർത്ത് ബന്ധപ്പെടുത്തുന്നു. ഔ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെയും എന്താണ്? ആത്തുഫാണ്. ബന്ധപ്പെടുത്തുമ്പോൾ ആ ഇന്ന കാരണമായി നസ്ബി ചെയ്ത നെഹ്നുവിനോടാണ് ഇതിനെ ബന്ധപ്പെടുത്തുന്നത്. അപ്പൊ എന്താ? ഇയ്യാക്കും മൻസൂബാണ്. ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ. ഞങ്ങളാണോ അതല്ല നിങ്ങളാണോ? ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ, നേർമാർഗത്തിലോ അല്ല വ്യക്തമായ വഴികളിലോ ആയത്. യുസ്മഉ റനീനുൽ ജറസ്. അതാണ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചത് നേരത്തെ. യുസ്മഉ റനീനുൽ ജറസ്. ബെല്ലടിക്കുന്നു. ബെല്ലടിച്ചു. അതാണ് നിങ്ങൾ 8 മണിയായെന്ന് പറഞ്ഞത്. യുസ്മഉ കേൾക്കപ്പെടുന്നു. യുസ്മിഉ അല്ല, യുസ്മഉ കേൾക്കപ്പെടുന്നു. റനീനുൽ ജറസി ബെല്ലിന്റെ റിംഗിങ്. هذا يوم زيارة المدرسين إيانا. هذا يوم زيارة المدرسين. മുദർരിസീങ്ങളുടെ സിയാറത്താണ്. ഇയ്യാന, ഞങ്ങളെ.
മുദർരിസീങ്ങൾ ഞങ്ങളെ സിയാറത്ത് ചെയ്യുന്ന ദിവസമാണ്. ഹാദാ എവിടെ സിയാറത്ത് ചെയ്യുന്നത്? ഹോസ്റ്റലില്. അപ്പൊ മുദർരിസീന ഇയ്യാന, സിയാറത്തിൽ മുദർരിസീന ഇയ്യാന. അവിടെ എന്താണ്? സിയാറത്താണ് എന്ത് ചെയ്തത്? ഇയ്യാന എന്നതിനെ മൻസൂബാക്കിയത്. സിയാറത്ത് എന്ന ക്രിയാതാണ്. നന്തളിറുൽ മുദീറ വ ഇയ്യാക. നന്തളിറുൽ മുദീറ, ഞങ്ങൾ ഹെഡ് മാസ്റ്ററിനെ വെയിറ്റ് ചെയ്യുന്നു. വ ഇയ്യാക, വാ ഉപയോഗിച്ചപ്പോൾ മുദീറിന്റെ അതേ അടയാളം ഇയ്യാക്കും കിട്ടി. അപ്പോഴാണ് അത് മൻസൂബായത്. ബാദ സ്വലാത്തുൽ അസ്രി, സ്വലാത്തുൽ അസ്രി കഴിഞ്ഞാൽ ഞങ്ങൾ താങ്കളെയും ഹെഡ് മാസ്റ്ററെയും പ്രതീക്ഷിക്കുന്നുണ്ട്. അൽ മുദരിസ് സനസൂറുക്കും ഇൻഷാ അല്ലാഹ്, ഞങ്ങൾ താങ്കളെ വിസിറ്റ് ചെയ്യാം. ഓക്കെ, നക്കഫാഹുന. ഇതൊക്കെ ശ്രദ്ധിച്ച് ഖുർആൻ വായിക്കുമ്പോഴത്തേക്ക് ഇയ്യ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് ശ്രദ്ധിച്ചു. ഈ ഖുർആനിൽ ഏതാണ്ട് 10-15 സ്ഥലങ്ങളിൽ ഇയ്യ വന്നിട്ടുണ്ട്. അതൊക്കെ പരിമിതമായ ഇതാണ്. അവിടെ നിന്ന് നമുക്ക് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. അല്ലാഹ് സുബ്ഹാനഹു വ തആല ഖുർആന്റെ ഭാഷയും അറബിയാകുന്ന ഖുർആന്റെ ഭാഷയും അതേപോലെ ലോക വിജ്ഞാനത്തിന്റെ ഭാഷയും പഠിക്കാനും അതിന്റെ വിജ്ഞാനങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങാനും അതേപോലെ അറബി ഭാഷയോടുള്ള അഭിനിവേശം വർദ്ധിപ്പിക്കാനും അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.